നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൂടുകാപ്പിയും ചൂടുവാർത്തയും വാർത്താവിശേഷങ്ങളുമായി കോഫി വിത്ത് അരുൺ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ജനുവരി മാസം 7-ാം തീയതിയാണ്, ധനുമാസം 23-ാം തീയതി ബുധനാഴ്ച, സൂപ്പർ വെനിസ്ഡേ. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 47 മിനിറ്റ്. വീണ്ടും ആദ്യ വാർത്ത റിപ്പോർട്ടറിൽ. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. തിരുവനന്തപുരം കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്വതന്ത്രന് നൽകാൻ BJP. പാറ്റൂർ രാധാകൃഷ്ണൻ ആരോഗ്യകാര്യ സമിതി അധ്യക്ഷനാകും. നിർണായകമായ നീക്കമാണ്. നികുതി അപ്പീൽ സമിതിയിലേക്ക് മത്സരം നടക്കും. മറ്റെല്ലാ സമിതിയിലും BJP ഭൂരിപക്ഷം ഉറപ്പിച്ചു. രാവിലെ 10:30 തിരഞ്ഞെടുപ്പ്. വളരെ നിർണായകമായ വിവരം ഹരിമോഹൻ പുറത്തുവിടുന്നു. ഹരി, അപ്പോൾ പാറ്റൂർ രാധാകൃഷ്ണന് സ്ഥിരം സമിതി അധ്യക്ഷ ചുമതല നൽകുന്നത് തന്ത്രപരമായൊരു നീക്കമാണ്. ഒരു കൗൺസിലറെ കൂടി ഭൂരിപക്ഷം ആവശ്യമുണ്ട് അവിടെ അബ്സല്യൂട്ട് മെജോറിറ്റിക്ക്, പക്ഷേ അത് കിട്ടിയിട്ടില്ല. ആ കേവല ഭൂരിപക്ഷത്തിന് തൊട്ടടുത്ത് നിൽക്കുകയാണ് BJP. അപ്പോഴാണ് സ്വതന്ത്രനായ പാറ്റൂർ രാധാകൃഷ്ണന് കോർപ്പറേഷനിലെ സ്ഥിരം സമിതിയുടെ അധ്യക്ഷ സ്ഥാനം നൽകുന്നത്. അതും വളരെ പ്രധാനപ്പെട്ട സ്ഥിരം സമിതിയാണ്. ആരോഗ്യവകുപ്പിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്, അല്ലെങ്കിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടാണ് പാറ്റൂരിനെ പിന്തുണയ്ക്കുന്നത് BJP. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം പാറ്റൂർ അത് പിന്തുണ സ്വീകരിക്കും. പാറ്റൂർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി തീരുകയും ചെയ്യും. വലിയ രാഷ്ട്രീയ നീക്കമല്ലേ ഹരി? തീർച്ചയായിട്ടും അരുൺ, വെറുതെ അല്ല പാറ്റൂർ രാധാകൃഷ്ണൻ BJPക്ക് കോർപ്പറേഷനിലേക്ക് പിന്തുണ നൽകിയത് എന്നുള്ളത് കൂടി വ്യക്തമാവുകയാണ്. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളൊക്കെ തുടങ്ങി. പക്ഷേ രാത്രി ഏറെ നീണ്ടു ആ ചർച്ച എന്നുള്ളതാണ്. കാരണം പാറ്റൂർ രാധാകൃഷ്ണന് ഒരു സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം നൽകാൻ വേണ്ടി BJP ഇതിനോടകം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏത് നൽകണം എന്നുള്ള ചർച്ചകളാണ് ഇന്നലെ രാത്രി ഒരു 8 മണി 9 മണി വരെ നീണ്ടു നിന്നത്. ഏറ്റവും ഒടുവിൽ ആ കാര്യം തീരുമാനിച്ചിരിക്കുന്നു. അത് ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം പാറ്റൂർ രാധാകൃഷ്ണൻ നൽകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്കാണ് BJP എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൽ ആദ്യം വികസന കാര്യമാണ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷേ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ വന്നു, പാറ്റൂരിന്റെ ഡിമാൻഡുകൾ വന്നു. അങ്ങനെ ഒടുവിൽ BJP അക്കാര്യത്തിൽ തീരുമാനമെടുത്തു, ആരോഗ്യം കൊടുക്കാം എന്നുള്ള തീരുമാനം. ആദ്യം ആരോഗ്യത്തിൽ പരിഗണിച്ചിരുന്നത് കഴിഞ്ഞ കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവായിരുന്ന MR ഗോപനായിരുന്നു. പക്ഷേ MR ഗോപന് വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഡെപ്യൂട്ടി മേയറാണ് ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനമുള്ളത്. ഇത്തവണ അത് സംവരണത്തിന്റെ പരിധിയിൽ പെടുന്നത് കൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. പൊതുമരാമത്തിൽ മഞ്ജു GS, ക്ഷേമത്തിൽ സത്യവതി, ഒപ്പം വിദ്യാഭ്യാസത്തിൽ ചെമ്പഴന്തി ഉദയൻ. നേരത്തെ മേയർ സ്ഥാനത്തേക്ക് അടക്കം പറഞ്ഞു കേട്ട ഒരു പേരാണ് കരമന അജിത്തിൻ്റെത്. കരമന അജിത്ത് നഗരാസൂത്രണ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്കാണ് പരിഗണിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ നികുതി അപ്പീൽ സ്ഥിരം സമിതിയിലാണ് ഇനിയിപ്പോൾ മത്സരം നടക്കുക. അതായത് നികുതി അപ്പീലിൽ മത്സരം ഉണ്ടാവില്ലായിരുന്നു സാധാരണഗതിയിൽ. ധനകാര്യ സ്ഥിര സമിതി സംവരണമാണ്, അത് BJPക്ക് ലഭിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ നിന്ന് ആളെ കുറച്ച് നികുതി അപ്പീലിലേക്ക് ഒരു മത്സരം ഒഴിവാക്കി അതും ഉറപ്പിക്കാമായിരുന്നു. പക്ഷേ ധനകാര്യ സ്ഥിരം സമിതിയിൽ ആൾ കുറഞ്ഞാലുള്ള പ്രശ്നം, ഏതെങ്കിലും പ്രധാനപ്പെട്ട ബില്ലുകൾ വരുന്ന സമയത്ത് അത് പാസ്സാകുന്നതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അത് നേരിടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ധനകാര്യ സ്ഥിരം സമിതിയിൽ അംഗങ്ങൾ ഭൂരിപക്ഷം ഉണ്ടാകും എന്നുള്ള ഉറപ്പുവരുത്തലോടുകൂടിയാണ് നികുതി അപ്പീൽ എന്ന് പറയുന്ന സ്ഥിരം സമിതി അത് ബലി കൊടുക്കാൻ വേണ്ടി BJP തീരുമാനിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് എങ്ങനെയാണ് LDFും UDFും അതിനെ നേരിടുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന്റെ മത്സരം എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കിക്കാണണം. എന്തായാലും 10:30 കൂടിയിട്ടാണ് സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളതാണ്. അതിൽ ഒരു സ്ഥിര സമിതി അധ്യക്ഷ സ്ഥാനമെങ്കിലും ഒരു സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ട എന്നാണ് UDFിന്റെ നേരത്തെ തീരുമാനം വന്നിരുന്നത്. പക്ഷേ അതേസമയം തന്നെ LDF അധ്യക്ഷ സ്ഥാനത്ത്, നികുതി അപ്പീൽ അധ്യക്ഷ സ്ഥാനത്തിന് ഒരുപക്ഷെ അവകാശവാദം ഉന്നയിച്ചേക്കുമെന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നികുതി അപ്പീൽ, അതായത് 8 സ്ഥിരം സമിതികളിൽ ഒരു സ്ഥിരം സമിതി പ്രതിപക്ഷത്തിന് ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സ്വതന്ത്രനായിട്ട് വന്നിട്ടുള്ള പാറ്റൂർ രാധാകൃഷ്ണനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ BJP ഏറെക്കുറെ വിജയകരമായി പൂർത്തിയാക്കിയെന്ന് തന്നെ നമുക്ക് ഒരു നിഗമനത്തിൽ എത്താൻ വരും. ഓക്കെ, താങ്ക് യു ഹരിയാണ് വിവരങ്ങൾ നൽകിയത്.